ഇപ്പോഴുള്ള ചലച്ചിത്ര വികസന കോർപ്പറേഷൻ അധ്യക്ഷ പദവി പോരെ സാറേ, അക്കാദമി കൂടി വേണോ? അവിടെ ഇക്കുറി ഒരു സ്ത്രീ വരുന്നതല്ലേ കാവ്യനീതി. പക്ഷേ ചിലരങ്ങനെയാണ്. എവിടെ ഗോൾ അടിക്കാൻ ചാൻസ് കിട്ടുന്നുവോ അവിടെ ഒരു നീതിയും നോക്കില്ല. സർക്കാർ ആവശ്യപ്പെട്ടാൽ ചലച്ചിത്ര അക്കാദമി അധ്യക്ഷ സ്ഥാനം ഏറ്റെടുക്കാൻ തയ്യാറാണെന്ന ഷാജി എൻ കരുണിന്റെ പ്രസ്താവനയോട് രൂക്ഷമായി പ്രതികരിക്കുകയാണ് നടി പാർവതി തിരുവോത്ത്. ബീന പോളിനെ തഴഞ്ഞ് ഷാജി എൻ കരുണിനെ ഈ സ്ഥാനത്തേക്ക് കൊണ്ടുവരാൻ നീക്കങ്ങൾ നടക്കുന്നുണ്ടെന്ന റിപ്പോർട്ടുകളുടെ അടിസ്ഥാനത്തിലാണ് പാർവതിയുടെ വിമർശനം. ലൈംഗികാതിക്രമ പരാതികളെ തുടർന്ന് സംവിധായകൻ രഞ്ജിത്തിന് രാജിവെക്കേണ്ടി വന്നതിന് പിന്നാലെയാണ് അധ്യക്ഷ സ്ഥാനത്തേക്ക് സർക്കാരിന് പുതിയ ആളുകളെ പരിഗണിക്കേണ്ടി വന്നത്. ഒരു സ്ത്രീക്ക് ചുമതല നൽകിയാൽ ലോകം സ്തംഭിച്ചൊന്നും പോകില്ല എന്നാണ് ബീന പോളിനെ ചലച്ചിത്ര അക്കാദമി പേഴ്സൺ ആക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് പാർവതി പറഞ്ഞിരിക്കുന്നതും. ഇൻസ്റ്റഗ്രാം സ്റ്റോറിയിലൂടെയായിരുന്നു നടിയുടെ പ്രതികരണം. ഇതിനൊപ്പം പദവി ഏറ്റെടുക്കാമെന്ന ഷാജി എൻ കരുൺ പറഞ്ഞ വാർത്തയുടെ സ്ക്രീൻഷോട്ടും പാർവതി പങ്കുവച്ചിട്ടുണ്ട്. ഒരു പക്ഷേ ഇത്രയും മഹാമനസ്കതയുടെ ഒന്നും ആവശ്യമില്ലായിരിക്കും സാർ. ഈ സ്ഥാനത്തേക്ക് വരാൻ എല്ലാ യോഗ്യതയും ഉള്ള വ്യക്തി തന്നെ ആ സ്ഥാനത്തേക്ക് എത്തുന്നുവെന്ന് നിങ്ങൾക്ക് ഉറപ്പുവരുത്താനും കഴിയും. ഒരു പക്ഷേ ഒരു സ്ത്രീ ചുമതല ഏറ്റെടുത്തു എന്ന് കരുതി ആകാശമൊന്നും ഇടിഞ്ഞു വീഴില്ലായിരിക്കും. ബീന പോൾ ഫോർ ചലച്ചിത്ര അക്കാദമി ചെയർപേഴ്സൺ എന്നാണ് ഷാജി എൻ കരുണിന്റെ പ്രതികരണത്തെക്കുറിച്ചുള്ള വാർത്ത പങ്കുവെച്ചുകൊണ്ട് പാർവതി കുറിച്ചിരിക്കുന്നത്. നിലവിൽ ചലച്ചിത്ര വികസന കോർപ്പറേഷൻ അധ്യക്ഷനാണ് ഷാജി എൻ കരുൺ. ഹേമ കമ്മിറ്റി റിപ്പോർട്ടുമായി ബന്ധപ്പെട്ട ചർച്ചകളുടെ പശ്ചാത്തലത്തിൽ ചലച്ചിത്ര അക്കാദമി അധ്യക്ഷയായി ബീന പോളിനെ പരിഗണിക്കണമെന്ന് വിവിധ കോണുകളിൽ നിന്ന് ആവശ്യമുയർന്നിരുന്നു. IFFK ഡയറക്ടറായി നീണ്ടനാൾ പ്രവർത്തിച്ച പരിചയവും സിനിമാ മേഖലയിലെ അവരുടെ അനുഭവ സമ്പത്തുമെല്ലാം ചൂണ്ടിക്കാണിക്കപ്പെട്ടിരുന്നു. സർക്കാരും ബീന പോളിനെ തന്നെയാണ് പരിഗണിക്കുന്നത് എന്നായിരുന്നു റിപ്പോർട്ടുകൾ. എന്നാൽ ചില എതിർപ്പുകളെ തുടർന്ന് സർക്കാർ ഈ നീക്കത്തിൽ നിന്നും പിന്മാറി എന്നാണ് ഇപ്പോൾ പുറത്തുവരുന്ന സൂചനകൾ. WCC സ്ഥാപക അംഗങ്ങളിൽ ഒരാൾ കൂടിയാണ് ബീന പോൾ. അക്കാദമി അംഗമായിരിക്കെ ബീന സർക്കാരിനെതിരെ പ്രവർത്തിച്ചെന്ന് ഇടതുപക്ഷ അനുഭാവികളായ ചില പ്രവർത്തകർക്കിടയിൽ ചർച്ചയുണ്ട്. ബീനയ്ക്ക് പകരം മറ്റൊരു വനിതയെ കണ്ടെത്താൻ സാധിക്കാത്തതാണ് സർക്കാരിനെ വീണ്ടും ഷാജിയിലേക്ക് ചിന്തിപ്പിക്കുന്നതും. നടി രേവതിയുടെ പേര് ചർച്ചയ്ക്ക് വന്നെങ്കിലും BJP അനുഭാവിയാണ് അവരെന്നായിരുന്നു ചിലർ ചൂണ്ടിക്കാട്ടിയത്. കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പ് വേളയിൽ രാമക്ഷേത്രത്തെ അനുകൂലിച്ച് രേവതി രംഗത്തെത്തിയത് ചൂണ്ടിക്കാട്ടിയായിരുന്നു ആ എതിർപ്പ്. സർക്കാർ തലത്തിൽ എന്നോട് ആരും സംസാരിച്ചിട്ടില്ല. സർക്കാർ ആവശ്യപ്പെട്ടാൽ സഹായിക്കാൻ ഞാൻ തയ്യാറാണ്. IFFK നടത്തുക എന്നതാണ് പ്രധാനം. അത് മുടങ്ങാൻ പാടില്ല. ചലച്ചിത്ര മേഖലയുടെ നടത്തിപ്പിന് എല്ലാ സഹായങ്ങളും നൽകാൻ തയ്യാറാണ്. ഞാനായിരുന്നു അക്കാദമിയുടെ ആദ്യ ചെയർമാൻ. അത്തരത്തിൽ ഞാൻ കൂടി തുടങ്ങി വെച്ചതാണ് ചലച്ചിത്രമേള. ആദ്യകാലത്തൊക്കെ മേള നടത്താനും അതിനൊരു മേൽവിലാസം ഉണ്ടാക്കിയെടുക്കാനും ബുദ്ധിമുട്ടായിരുന്നു. അതെല്ലാം ഭംഗിയായി നടന്നു. അത്തരത്തിലുള്ള ബുദ്ധിമുട്ടുകളൊന്നും ഇപ്പോഴില്ല. കഴിഞ്ഞ തവണയും മേളയുടെ നടത്തിപ്പിനായി രഞ്ജിത്തിനെ ഞാൻ സഹായിച്ചിരുന്നു എന്നാണ് മഹാമനസ്കനായ ഷാജി എൻ കരുൺ പറഞ്ഞത്. ഇന്ന് മന്ത്രിയുമായി നടത്താനിരുന്ന ചർച്ച നാളേക്ക് മാറ്റിയിരിക്കുകയാണ്. ചർച്ചകളും മഹാമനസ്കതകളും ഒക്കെ കൂടി ആര് അധ്യക്ഷ സ്ഥാനത്തേക്ക് കൊണ്ടുവരുമെന്ന് കണ്ടറിയാം.